ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് ഇറങ്ങി രണ്ടാം ദിനമാണ്. അശ്വന്ത് കോക്ക് പറഞ്ഞത് ശരിയല്ല, ശരിയാണോ എന്നുള്ള ചോദ്യമല്ല. ഇവിടെ മമ്മൂട്ടി ചാനലുകൾ പോലും പറയുന്നു കലക്കിയത് മോഹൻലാലാണെന്ന്. മമ്മൂട്ടി ചാനലിന് ഉദ്ദേശിച്ച നമ്മുടെ ചാനൽ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നതും മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ്. പിന്നീട് നമ്മൾ മറ്റുള്ള സിനിമകളെയും ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ്. പലപ്പോഴും പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടം മമ്മൂട്ടി തന്നെ, തൊട്ട് താഴെ മോഹൻലാലുമാണ്. അവിടെ നിൽക്കട്ടെ കാര്യങ്ങൾ. പാട്രിയോട്ട് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. പാട്രിയോട്ട് എന്ന സിനിമയിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ്. അതുവരെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയുമ്പോൾ അതിനകത്തിൽ പെട്ടെന്ന് നമ്മളെ ഒന്ന് ഉണർത്തുന്ന ലെവലിലുള്ള സംഭവം മോഹൻലാൽ വന്നപ്പോൾ തന്നെയാണ്. അത് തിയേറ്ററിലും നമ്മൾ കണ്ടത് തന്നെയാണ്. അതെ, അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമയിലെ പ്രസൻസ്. അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്ന വേഷം, അശ്വന്ത് കോക്ക് പറയുന്ന പോലെ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു ഹാർഡ് കോർ ഫാനായിരിക്കാം. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റിവ്യൂവർ തന്നെയാണ് അശ്വന്ത് കോക്ക്. ആകെ രണ്ട് വട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിവ്യൂകളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ ഒരു വേഷം അതിഗംഭീരമായിരുന്നു എന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, ഒരു 3 സീനിൽ അല്ലെങ്കിൽ 2 സീനിൽ വന്ന ജയിലറിലേതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തീരെയും ഇഷ്ടമായില്ല. അതെൻ്റെ പേഴ്സണൽ വ്യൂ. അദ്ദേഹം അതിഭയങ്കരം എന്ന് പറഞ്ഞു ഒരുപാട് മോഹൻലാൽ ഫാൻസും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് തന്നെയാണ് തോന്നിയത്. മോഹൻലാലിനെ പോലെ ഒരു നടൻ അവിടെ ചെന്നിട്ട് ആ ഒരു റോള്, അതും ഒരു ലോറി മറിയുന്ന കാണാൻ, ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞ പോലെ ആയിരിക്കും. അത് നിങ്ങളൊന്ന് കേട്ടാലറിയാം. അത് നമ്മളൊന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളൂ. രണ്ടാമത് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് മോഹൻലാലിനെ എന്ത് കാണിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? മോഹൻലാൽ എപ്പോഴും ഇടിയും വലിയ തട്ടുപൊളിപ്പിന് അമാനുഷികനായിട്ട് വേണമെന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ശാപവും അത് തന്നെയാണ്. ഇങ്ങനെ കുറേ ആളുകൾ മോഹൻലാലിനെ കാണുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും നല്ല നടൻ മോഹൻലാൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 10-20 വർഷമായി അദ്ദേഹത്തിനെ മര്യാദയ്ക്ക് അഭിനയിക്കാൻ സമ്മതിക്കാത്തവരാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്ന് തന്നെ പറയാം. അദ്ദേഹം മമ്മൂട്ടിയെ പോലെ തന്നെ മികച്ച രീതിയിൽ അഭിനയിക്കുന്നു. ഒരുപക്ഷെ അതിലും ഒരു പിടി മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരുന്നതാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് ഇക്കാലങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ കാലിബർ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ വന്നിട്ടില്ല. 100-200 കോടിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പക്ഷേ മികച്ച സിനിമകൾക്ക് ഏറ്റവും അനുയോജ്യൻ മോഹൻലാൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ സമ്മതിക്കുന്നില്ല. അതാണ് അശ്വന്ത് കോക്കിനെ പോലെയുള്ളവർ പറഞ്ഞാണ് ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ ഒരു അശ്വന്ത് കോക്ക് പറയുമ്പോൾ സിനിമാ മേഖലയിലുള്ളവർ പോലും അദ്ദേഹത്തെ നല്ല സിനിമകളിലേക്ക് വിടുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ എന്ന നടൻ്റെ പ്രതിഭ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് എന്താണ് യൂട്ടിലൈസ് ചെയ്തത്? മലയാള സിനിമ ഒരു 0% പോലും, അല്ലെങ്കിൽ 0.1% പോലും അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. 90കളിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളെ വാഴ്ത്തിപ്പാടിയാണ് അശ്വന്ത് കോക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ഓരോ ആരാധകനും വലിയ സംഭവങ്ങൾ പറയുന്നത്. 2026 അദ്ദേഹത്തിൻ്റെ ചെയ്ത നല്ല സിനിമ ഏത്? അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു സിനിമ കാണുമ്പോൾ ഏറ്റവും ഹൈ മൂമെൻറ്റും ഏറ്റവും മികച്ച കഥാപാത്രവും മോഹൻലാൽ ചെയ്തു തന്നെയാണ്. മമ്മൂട്ടി ഡീസൻ്റായിട്ട് ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷം കൈകാര്യം ചെയ്തു. നായകൻ അദ്ദേഹമാണ് എന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ സിനിമ മമ്മൂട്ടി പറഞ്ഞത് തന്നെയാണ് ശരി. ഇതിനകത്തിലെ നായകൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല. കഥ തന്നെയാണ്, വളരെ ഫ്ലാറ്റായി പോകുന്ന ഒരു കഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്സഡ് റിവ്യൂ വന്നത്. അല്ലാതെ ഈ ഒരു സിനിമയ്ക്ക് എടുത്തു പറയത്തക്ക യാതൊരു കുറ്റവുമില്ല. ടെക്നിക്കലി പെർഫെക്റ്റാണ്, അഭിനയം ഗംഭീരമാണ്, അങ്ങനെ എല്ലാ മേഖലയും നല്ല തന്നെയാണ്. പക്ഷേ ഒരു ഫ്ലാറ്റ് മൂവി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പോരായ്മയായി നമുക്ക് കാണാനും കഴിഞ്ഞത്. എന്താണെങ്കിലും ലാലേട്ടനെ വെറുതെ വിടൂ എന്ന് തന്നെയാണ് അശ്വന്ത് കോക്കിനെ പറയാനുള്ളത്. ലാലേട്ടൻ ചെയ്ത ഈ ഒരു വേഷം നമുക്കറിയാം, ഒരു കാലില്ലാത്ത ഒരു മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹം. അത് നല്ല ഗംഭീരമായിട്ട് സമീപകാലത്ത് മോഹൻലാൽ ചെയ്തതിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെ എന്ന് തന്നെ പറയാം. മികച്ച ക്യാരക്ടറുമാണ്. അദ്ദേഹത്തിനെ കറക്കി അടിപ്പിച്ചും തലയ്ക്ക് കുത്തിമറിക്കുന്ന പരിപാടികൾ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളെങ്കിൽ അത് നിങ്ങളുടെ വെറും മണ്ടത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കെട്ടിയിരിക്കുന്ന കോട്ടയുമാണ്. അത് പൊളിച്ചു കളയൂ. മമ്മൂട്ടിയെ പോലെ തന്നെ അദ്ദേഹത്തിന് അതിഗംഭീരമായ സിനിമകൾ വരാനുണ്ട്. പ്രമേയുഗം പോലെയുള്ള സിനിമകൾ മോഹൻലാലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അല്ലാതെ എന്നും മോഹൻലാൽ മുണ്ട് മടക്കി കുത്തിയും അനങ്ങാതെ നിന്നും വലിയ ഹൈപ്പ് കാണിക്കുന്ന, അല്ലെങ്കിൽ വലിയ ഇതായിട്ടുള്ള സിനിമകളല്ല. നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ നമുക്ക് ആവശ്യമാണ്. അശ്വന്ത് കോക്കിനെ പോലെയുള്ളവർ തന്നെയാണ് അത് ഇല്ലാതാക്കുന്നതും. ഇതിനകത്തിൽ പറഞ്ഞ അത്രയും, അല്ലെങ്കിൽ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂകളിൽ പറഞ്ഞ പോലെ ഒന്നും തന്നെ ഈ സിനിമയില്ല. ഏറ്റവും മികച്ചതായി നമ്മൾ കണ്ടിട്ട് വിലയിരുത്തുന്നതാണ്. ഈ ഒരു സിനിമ മമ്മൂട്ടി സിനിമയാണെങ്കിൽ പോലും അതിൽ ഏറ്റവും മികച്ചു നിന്നത് മോഹൻലാൽ എന്ന് തന്നെ ഞാൻ വിലയിരുത്തുകയുള്ളൂ. കാരണം ആ ഒരു മൂമെൻറ്റ് അദ്ദേഹം വന്ന് ഏകദേശം ഒരു 10-25 മിനിറ്റ് അമ്മാതിരി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ ക്യാരക്ടർ എന്തെന്നൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതും അമ്മാതിരി സംഭവം തന്നെയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ കണ്ടാൽ അശ്വന്തിന് ഒരു പക്ഷേ അത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ അന്ധമായ ഫാൻ ബേസിലൂടെ പോയല്ല ആ ഒരു കാര്യങ്ങൾ നടത്തേണ്ടത്. ഇതെൻ്റെ മാത്രം വ്യൂ ആണ്. ഒരു പക്ഷേ ഇതേ വ്യൂവുള്ള ഒരുപാട് പേരും ഉണ്ടാകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണേലും ഏറ്റവും കൂടുതൽ മമ്മൂട്ടി വീഡിയോസ് ചെയ്യുന്ന നമ്മുടെ ഒരു ചാനലിൽ മോഹൻലാലിൻ്റെ വീഡിയോസും ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും ഇവരെ രണ്ടുപേരെയും ഇഷ്ടമാകുമ്പോഴും ഈ ഒരു സിനിമയിൽ എടുത്തു പറയുന്നു അതിൽ കലക്കിയത് മോഹൻലാൽ തന്നെയാണ്. എന്ന് വെച്ച് ആരും മോശമെന്നല്ല, എല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ്. ചെറിയ റോളുകൾ ചെയ്തവർ പോലും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം
തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരെയും അവർക്ക് കിട്ടിയ സ്പേസ് നന്നായിട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഈ ഒരു ഇതിനകത്തിൽ മമ്മൂട്ടി ഉണ്ടെങ്കിൽ പോലും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അങ്ങനെ തന്നെയാണ്, അത് മികച്ച് നിന്നിരിക്കുന്നു. പലപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം ഇതിന് ഒരു തടയിടുന്നത്. മമ്മൂട്ടിയും മോഹൻലാൽ ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ നമ്മളിലുണ്ടാവാം. ഞാനും അത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെ എനിക്കും നിരാശ നൽകിയിരുന്നു. കാരണം ഹൈപ്പ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവർ ഒരുമിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷേ അതൊന്നുമില്ല. ഇതൊരു പക്ക നമ്മൾ ഈ ഇൻ്റർവ്യൂസിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ്. നായകൻ കഥ തന്നെ എങ്ങനെ പോകുന്നു, ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം അത് മലയാളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായി ഞാൻ കാണുന്നു. ഇത്ര വലിയ താരങ്ങളെ സാധാരണ 2 ആക്ടേഴ്സാക്കി കൊണ്ടുപോകാൻ മഹേഷ് നാരായണന് കഴിഞ്ഞു എന്നുള്ളത്. ഒരു പക്ഷേ 5-6 വർഷം അല്ല വേണ്ട 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നുള്ളതാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെയും പറയാം.